എക്സസൈസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ 3.1. ഇൻ സ്റ്റോറേജ് ബാറ്ററി ഓഫ് എ കാർ ഹാസ് ആൻ EMF 12 വോൾട്ട്. അതായത് EMF ഓഫ് ബാറ്ററി എത്ര തന്നിട്ടുണ്ടോ? 12 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. ഇഫ് ദി ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദി ബാറ്ററി ഈസ് 0.4 ഓം. ഇന്റേണൽ റെസിസ്റ്റൻസ് R എത്ര തന്നിട്ടുണ്ട്? 0.4 ഓം ആണ് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ മാക്സിമം കറണ്ട് ദാറ്റ് ക്യാൻ ബി ഡ്രോൺ ഫ്രം ദ ബാറ്ററി? ആ ഒരു ബാറ്ററിയിൽ നിന്ന് ഡ്രോൺ ചെയ്തെടുക്കാൻ പറ്റുന്ന മാക്സിമം കറണ്ട് എത്രയാണെന്ന ക്വസ്റ്റ്യൻ. നമ്മൾ നമ്മുടെ മാക്സിമം കറണ്ട് വെച്ചാൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താ? I അല്ലേ? അത് അപ്പൊ ഔട്ട്സൈഡിൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം? E = IR എന്ന് എഴുതാം. അപ്പൊ ഇവിടുന്ന് I = മാക്സിമം കറണ്ട് വയ്ക്കണമെങ്കിൽ I = എന്തെടുക്കണം? E/R എടുക്കണം. E/R എടുക്കുമ്പോൾ എത്ര വരും ഇവിടെ? E എത്രയാണ്? 12 ഡിവൈഡഡ് ബൈ 0.4 എന്ന് വരും. ഇത് എത്ര കിട്ടും? 30 ആംപിയർ എന്ന് കിട്ടും. എത്ര കിട്ടും? 30 ആംപിയർ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 3.2. ഈ ബാറ്ററി ഓഫ് EMF 10 വോൾട്ട്. ഒരു ബാറ്ററി ഉണ്ട്. EMF എത്രയാ? 10 വോൾട്ട് ആണ്. ആൻഡ് ഇന്റേണൽ റെസിസ്റ്റൻസ് 3 ഓം. ഇന്റേണൽ റെസിസ്റ്റൻസ് എത്ര മക്കളെ? 3 ഓം ആണ് അല്ലെ? ഇന്റേണൽ റെസിസ്റ്റൻസ് 3 ഓം ഈസ് കണക്റ്റഡ് ടു എ റെസിസ്റ്റർ. അതൊരു റെസിസ്റ്ററുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് സർക്യൂട്ട് എന്ന് വരയ്ക്കാം. ഇത് നമ്മുടെ റെസിസ്റ്റർ. ഇതുമായിട്ട് ആര് കണക്റ്റഡ് ആണ്? ഒരു ബാറ്ററി, 10 വോൾട്ട് ഉള്ള ബാറ്ററി, പിന്നെ ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് 3 ഓം. ഓക്കെ അല്ലേ? ഓക്കെ. ഇതിൽ നിന്ന് കറണ്ട് എന്ത് ചെയ്യുന്നു? പാസ് ചെയ്യുന്നുണ്ട്. ആ കറണ്ടിന്റെ വാല്യൂ എത്രയാണ്? 0.5 ആംപിയർ ആണ്. വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ റെസിസ്റ്റർ? ഈ ഒരു റെസിസ്റ്ററിന്റെ ഈ ഒരു ആറിന്റെ വാല്യൂ എത്രയാണ് ക്വസ്റ്റ്യൻ. പിന്നെന്താ? വാട്ട് ഈസ് ദ ടെർമിനൽ വോൾട്ടേജ്? ടെർമിനൽ വോൾട്ടേജ് എത്രയാണ് കണ്ടുപിടിക്കണം. ആ ഒരു സർക്യൂട്ട് ക്ലോസ്ഡ് ആണ്. അപ്പൊ നമുക്ക് ആദ്യം എടുക്കാം. EMF ഓഫ് ബാറ്ററി എത്രയാണ്? 10 വോൾട്ട് ആണ്. ഇന്റേണൽ റെസിസ്റ്റൻസ് എത്രയാ മക്കളെ? 3 ഓം ആണ്. കറണ്ട് എത്രയാ മക്കളെ? 0.5 ആംപിയർ ആണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് നമുക്ക് എങ്ങനെ എഴുതാം? ഓംസ് ലോ പ്രകാരം I = E/R + R എന്ന് എഴുതാം. എഴുതിക്കൂടെ? ഇവിടുന്ന് R + R = എന്ത് കിട്ടും? E/I എന്ന് കിട്ടും. E എത്രയാണ്? 10 ഡിവൈഡ് ബൈ I എത്രയാണ്? 0.5. ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടൂടാ? 20 എന്ന് കിട്ടും. 0.5 എന്ന് പറഞ്ഞാൽ 1/2 ആ 2 മുഴിച്ചിട്ടും 20 ഓം എന്ന് കിട്ടും. അപ്പൊ R + R എത്രയാ? 20 ഓം ആണ്. അവിടുന്ന് R = 20 - R എന്ന് വരും. 20 മൈനസ് ഇന്റേണൽ റെസിസ്റ്റൻസ് എത്രയാ? 3 ആണ്. = എത്ര കിട്ടും? 17 ഓം എന്ന് കിട്ടും. അപ്പൊ റെസിസ്റ്റൻസ് ഓഫ് ദി റെസിസ്റ്റർ എത്ര കിട്ടിയടാ? 17 ഓം എന്ന് കിട്ടി. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ? ടെർമിനൽ വോൾട്ടേജ് ഓഫ് ദ ബാറ്ററി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഒരു സർക്യൂട്ട് ക്ലോസ് ആകുമ്പോൾ ഏതാ? റെസിസ്റ്ററിലുള്ള ടെർമിനൽ വോൾട്ടേജ്. ഓംസ് ലോ പ്രകാരം നമുക്ക് എങ്ങനെ പറയാം? V = IR ആണ് അല്ലെ? V = IR. ഇവിടെ I എത്ര കിട്ടി? 0.5 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ആറിന്റെ വാല്യൂ എത്ര കിട്ടി? 17 കിട്ടി. അപ്പൊ ടെർമിനൽ വോൾട്ടേജ് V = എത്ര വരും? 0.5 × 17 = 8.5 വോൾട്ട് എന്ന് കിട്ടും. എത്ര കിട്ടും? 8.5 വോൾട്ട്. അപ്പൊ ടെർമിനൽ വോൾട്ടേജും ആയി, റെസിസ്റ്റൻസ് ഓഫ് ദ റെസിസ്റ്ററും ആയി. ക്ലിയർ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് Question 3.3. At room temperature 27 degrees Celsius, the resistance of a heating element is 100 ohm. അതായത് റൂം ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ T എത്രയാണ്? 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. 27 ഡിഗ്രി സെൽഷ്യസിലുള്ള എന്താണ് റെസിസ്റ്റൻസ് ഓഫ് ഹീറ്റിംഗ് എലമെന്റ് R0 = എത്ര മക്കളെ? 100 ഓം ആണ്. ഇനി വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ ഓഫ് ദി എലമെന്റ് ഇഫ് ദി റെസിസ്റ്റൻസ് ഈസ് ഫൗണ്ട് ടു ബി 117 ഓം given that temperature coefficient of the material of the resistor is 1.7 × 10⁻⁻⁴ ഡിഗ്രി സെൽഷ്യസ് ഇൻവേഴ്സ്. അതായത് റെസിസ്റ്റൻസ് എത്ര ഇൻക്രീസ് ചെയ്തു? 117 ഓമിലോട്ട് ഇൻക്രീസ് ചെയ്തു. R1 117 ഓമിലോട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഉള്ള ടെമ്പറേച്ചർ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. T1 ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ആൽഫ എത്ര തന്നിട്ടുണ്ട്? 1.7 × 10⁻⁻⁴ ഡിഗ്രി സെൽഷ്യസ് -1 തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് ദി മെറ്റീരിയൽ ഓഫ് ദി റെസിസ്റ്റർ ആൽഫ എന്ന് പറയുന്നത് എന്താണ്? R1 - R0 ഡിവൈഡഡ് ബൈ R0 × T1 - T0 ആണ് അല്ലെ? T0 ആണ് റൂം ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ആൽഫ = R1 - R0 × R0 × T1 - T0 നമുക്ക് എഴുതാം. ഇവിടുന്ന് T1 - T0 = നമ്മൾ T1 ആണ് കണ്ടുപിടിക്കേണ്ടത്. R1 - R0 ഡിവൈഡഡ് ബൈ ആൽഫ R0 എന്ന് കിട്ടും അല്ലേ? അപ്പോ R1 എത്ര മക്കളെ? 117 മൈനസ് R0 എത്രയാ? 100 ഡിവൈഡഡ് ബൈ ആൽഫ എത്രയാ? 1.7 × 10⁻⁻⁴ ഇൻറ്റു T1 എത്രയാ? ആൽഫ ഇൻറ്റു R0 എത്രയാണ്? 100. അപ്പോ T1 - T0 = 117 - 100 എത്ര കിട്ടും? 17 കിട്ടും. ഡിവൈഡ് ബൈ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? 1.7 × 10⁻⁻⁴ × 10² 10⁻² കിട്ടും. ഇതിനെ എനിക്ക്
17 into 10 raised to minus 3 എന്ന് എഴുതിക്കൂടെ? അപ്പൊ 17 into 10 raised to minus 3. ഇതും വെട്ടിയാൽ T1 മൈനസ് T0 ഈക്വൽ ടു എത്ര കിട്ടും? 1000 എന്ന് കിട്ടും. 10 raised to minus 3 മുകളിൽ ചെല്ലുമ്പോൾ 1000 എന്ന് കിട്ടും. ഇവിടെ നിന്ന് T1 അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? T1 ഈക്വൽ ടു 1000 പ്ലസ് എന്ത് വരും ഇവിടെ? T0 വരും. T0 എത്രയാണെന്ന് നമുക്കറിയാം 7 എത്രയാ? T0 എന്ന് പറയുന്നത് 27 ആണ്. അപ്പോൾ 1000 പ്ലസ് 27 ഈക്വൽ ടു എത്ര കിട്ടും? 1027 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടും. അപ്പോൾ T1 എത്ര കിട്ടി? 1027 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ അല്ലേ? ഇവിടെ എന്താ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്? നമ്മുടെ ഈ ഒരു ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ അറിഞ്ഞിരിക്കണം. ആൽഫ ഈക്വൽ ടു R1 മൈനസ് R0 ഡിവൈഡ് ബൈ R0 ഇൻറ്റു T1 മൈനസ് T0. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 3.4. എന്തോടാ ക്വസ്റ്റ്യൻ പറയുന്നത്? എ നെഗ്ലിജിബിളി സ്മാൾ കറണ്ട് ഈസ് പാസ്ഡ് ത്രൂ എ വയർ ഓഫ് ലെങ്ത് 50 മീറ്റർ. അപ്പൊ ലെങ്ത് ഓഫ് ദി വയർ തന്നിട്ടുണ്ട്. എത്ര മക്കളെ? 15 മീറ്റർ ആണ്. ആൻഡ് യൂണിഫോം ക്രോസ് സെക്ഷൻ, അതായത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ തന്നിട്ടുണ്ട്. എത്രയാണ്? 6 into 10 raised to minus 7 meter square ആണ്. ആൻഡ് ഇറ്റ്സ് റെസിസ്റ്റൻസ് ഈസ് മെഷർഡ് ടു ബി 5 ohm. അപ്പൊ റെസിസ്റ്റൻസ് എത്രയാണ്? 5 ohm ആണ്. വാട്ട് ഈസ് ദ റെസിസ്റ്റിവിറ്റി ഓഫ് ദി മെറ്റീരിയൽ അറ്റ് ദി ടെമ്പറേച്ചർ ഓഫ് ദി എക്സ്പെരിമെന്റ്? നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? റെസിസ്റ്റിവിറ്റി ഓഫ് ദി മെറ്റീരിയൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം R എന്ന് പറഞ്ഞാൽ എന്താണ്? R ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താ? റെസിസ്റ്റൻസ്. R ഈസ് ഈക്വൽ ടു റോ L ബൈ A ആണ്. റോ റെസിസ്റ്റിവിറ്റി, L ലെങ്ത്, ഏരിയ A. റോ L ബൈ A ഇക്വേഷൻ. അപ്പൊ ഇവിടെ നിന്ന് റോ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? R ഇൻറ്റു A ബൈ L എന്ന് കിട്ടൂലേ? RA ബൈ L അല്ലെങ്കിൽ R ഇൻറ്റു A ബൈ L. ഇവിടെ R എത്രയാ? 5 ആണ്. 5 ഇൻറ്റു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എത്രയാ? 6 ഇൻറ്റു 10 raised to minus 7 ഡിവൈഡഡ് ബൈ ലെങ്ത് എത്രയാ മക്കളെ? 15. ഇതും വെട്ടിയ എത്ര കിട്ടും? 3 വരും. ഇതും വെട്ടിയ 2 വരും. അപ്പൊ എത്ര കിട്ടും? 2 ഇൻറ്റു 10 raised to minus 7 ohm മീറ്റർ എന്ന് കിട്ടും. എത്ര കിട്ടും? 2 ഇൻറ്റു 10 raised to minus 7 ohm മീറ്റർ എന്ന് കിട്ടും. ഓം മീറ്റർ ആണ് എന്തിന്റെ യൂണിറ്റ്? റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ആണ് ഓം മീറ്റർ. നമുക്ക് 2 ഇൻറ്റു 10 raised to minus 7 ohm മീറ്റർ എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇവിടെ ഇപ്പൊ ഏതൊക്കെ ഇക്വേഷൻ നോട്ട് ചെയ്യണം? ഈ ഇക്വേഷനിൽ നോട്ട് ചെയ്യണം. R ഈസ് ഈക്വൽ ടു റോ A ബൈ L എന്നുള്ള ഇക്വേഷൻ നോട്ട് ചെയ്യണം. അതുപോലെ റെസിസ്റ്റിവിറ്റി ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നൊക്കെ ഉള്ളത് എന്ത് ചെയ്യണം? ഓർത്തിരിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3.5. The silver wire has a resistance of 2.1 ohm at 27.5 degree Celsius. ഒരു സിൽവർ വയറിന്റെ റെസിസ്റ്റൻസ് എത്രയാണ്? 2.1 ohm ആണ്. R1 2.1 ohm ആണ്. അപ്പോഴുള്ള ടെമ്പറേച്ചർ T1 എത്രയാ? 27.5 ഡിഗ്രി സെൽഷ്യസ് ആവും. ആൻഡ് റെസിസ്റ്റൻസ് ഓഫ് 2.7 ohm at 100 ഡിഗ്രി സെൽഷ്യസ്. R2ന്റെ വാല്യൂ 2.7 ohm ആണ്. അപ്പോൾ ഉള്ള ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഡിറ്റർമൈൻ ദ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി ഓഫ് സിൽവർ. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് റെസിസ്റ്റിവിറ്റി ഓഫ് സിൽവർ കണ്ടുപിടിക്കണം. അതായത് ആൽഫയുടെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കണം. എന്ത് കിട്ടും? ആൽഫ ഈസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ നേരത്തെ നമ്മൾ പഠിച്ചത്? R2 മൈനസ് R1 ഡിവൈഡഡ് ബൈ R1 ഇൻറ്റു T2 മൈനസ് T1. R2 മൈനസ് R1 ഡിവൈഡ് ബൈ R1 ഇൻറ്റു T2 മൈനസ് T1. അപ്പൊ ഇവിടെ നിന്ന് ആൽഫ ഈസ് ഈക്വൽ ടു R2 എത്രയാണ്? 2.7 മൈനസ് R1 എത്രയാ? 2.1 ഡിവൈഡഡ് ബൈ R1 എന്തുവാ? 2.1 ഇൻറ്റു T2 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 100 മൈനസ് T1 എത്രയാ? 27.5. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ നിന്ന് മുകളിൽ എത്ര കിട്ടൂടെ? 2.7 2.1 പോയാൽ 0.6 ഡിവൈഡഡ് ബൈ 2.1 ഇൻറ്റു 100 മൈനസ് എത്ര കിട്ടും? 27.5 എന്ന് കിട്ടും. 100 27 പോയാൽ എത്ര കിട്ടൂടാ? 100 27 പോയാൽ 83. അപ്പൊ ഒരു 0.5 ഇവിടെ പോകുമ്പോൾ എത്ര കിട്ടും? 82.5 എന്ന് കിട്ടും. 82 അല്ല, എത്രയാണ്? 20 അങ്ങ് പോയി. അപ്പോൾ 72.5 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ ഇത് എത്ര കിട്ടും? 0.6 ഡിവൈഡഡ് ബൈ 2.1 ഇൻറ്റു 72.5 152.25 ഈസ് ഈക്വൽ ടു 0.0039 ഡിഗ്രി സെൽഷ്യസ് റൈസ് ടു മൈനസ് 1 എന്ന് കിട്ടും. 0.0039 ഡിഗ്രി സെൽഷ്യസ് റൈസ് ടു മൈനസ് 1 എന്ന് കിട്ടും. അപ്പൊ സിൽവറിന്റെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എത്രയാ? 0.0039 ഡിഗ്രി സെൽഷ്യസ് റൈസ് ടു മൈനസ് 1. ഓക്കെ അല്ലേ? In 3.6, a heating element using nichrome connected to a 230 volt supply draws an initial current of 3.2 ampere, which settles after a few seconds to a steady value of 2.8 ampere. What is the steady temperature of the heating element if the room temperature is 27 degrees Celsius?
Temperature coefficient of resistance of nickel averaged over the temperature range involved is 1.7 into 10 raised to minus 4 degree Celsius raised to minus 7. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്, ഒരു ഹീറ്റിംഗ് എലമെന്റ് ഉണ്ട്, അത് യൂസിങ് നിക്രോ, അത് എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്യുന്നു ഒരു 230 വോൾട്ട് സപ്ലൈ. അപ്പോൾ ഇനിഷ്യൽ കറണ്ട് എത്രയായിരുന്നു, 3.2 ആംപിയർ ആയിരുന്നു. അപ്പൊ നമുക്ക് I1 ഈസ് ഈക്വൽ ടു എത്രയെന്ന് പറയാടാ, 3.2 ആംപിയർ എന്ന് പറയാം. വോൾട്ടേജ് എത്രയാണ്, സപ്ലൈ ചെയ്ത വോൾട്ടേജ് 230 വോൾട്ട് ആണ്. അപ്പൊ R1 എത്രയായിരിക്കും, R1 എന്ന് പറയുന്നത് V ഡിവൈഡഡ് ബൈ I1 ആയിരിക്കും. 230 ഡിവൈഡഡ് ബൈ 3.2 വരും. അത് എത്ര കിട്ടുവാടാ, അത് നമുക്ക് 71.87 ഓം എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഇതെന്ത് ചെയ്യുന്നു, വിച്ച് സെറ്റിൽസ് ആഫ്റ്റർ ഫ്യൂ സെക്കൻഡ്സ് ടു സ്റ്റഡി വാല്യൂ ഓഫ് 2.8 ആംപിയർ. അതെന്ത് ചെയ്യുന്നു, ഒരു ഫ്യൂ സെക്കൻഡ്സ് സെറ്റിൽ ചെയ്തിട്ട് ഒരു സ്റ്റഡി വാല്യൂട്ട് എത്തുന്നു. എത്രയാണ്, 2.8 ആംപിയർ. അപ്പൊ I2ന്റെ വാല്യൂ എത്രയാ, 2.8 ആംപിയർ ആണ്. എങ്കിൽ വാട്ട് ഈസ് ദ സ്റ്റഡി ടെമ്പറേച്ചർ ഓഫ് ദി ഹീറ്റിംഗ് എലമെന്റ് ഇഫ് ദ റൂം ടെമ്പറേച്ചർ ഈസ് 27 ഡിഗ്രി സെൽഷ്യസ്. അതായത് ഇനിഷ്യൽ ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഇപ്പോൾ ഉള്ള സ്റ്റഡി ടെമ്പറേച്ചർ എത്രയാണ് ക്വസ്റ്റ്യൻ. I2 നമുക്കറിയാം, V നമുക്കറിയാം, സപ്ലൈ വോൾട്ടേജ് മാറുന്നില്ല, 230 വോൾട്ട് ആണ്. അപ്പൊ ഇവിടുന്ന് R2 എനിക്ക് കണ്ടുപിടിച്ചൂടെ, എന്തായാലും 230 ഡിവൈഡഡ് ബൈ I2 എത്രയാ, 2.8. 230 ഡിവൈഡ് ബൈ 2.8 ചെയ്യുമ്പോൾ എത്ര കിട്ടും, 82.14 ഓം എന്ന് കിട്ടും. എത്ര കിട്ടും, 82.14 ഓം എന്ന് കിട്ടും. ഇനി എനിക്കറിയാം ഇവിടെ ഉള്ള, അതായത് R1ന്റെ T1 എന്ന് പറയുന്നത് എത്രയാണ്, 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. എനിക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, R2 ആകുമ്പോൾ ഈ T2 ഇവിടുത്തെ സ്റ്റഡി ടെമ്പറേച്ചർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആൽഫയുടെ വാല്യൂ എനിക്കറിയാം, 1.7 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 4 ഡിഗ്രി സെൽഷ്യസ് റൈസ് ടു മൈനസ് 1. ഇനി നമുക്ക് നമ്മുടെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആൽഫയുടെ ഇക്വേഷൻ അറിയാം. ആൽഫ ഈസ് ഈക്വൽ ടു R2 മൈനസ് R1 ഡിവൈഡഡ് ബൈ R1 ഇൻറ്റു T2 മൈനസ് T1. അപ്പോൾ ഇവിടെ നമുക്ക് T2 മൈനസ് T1 ഈസ് ഈക്വൽ ടു R2 മൈനസ് R1 ഡിവൈഡഡ് ബൈ R1 എന്ന് വരും. R1 ആൽഫ എന്ന് വരും. നീ പറയാം R2 എത്രയാണ്, 82.14 മൈനസ് R1 എത്രയും മക്കളെ, 71.87 ഡിവൈഡഡ് ബൈ R1 എത്രയാ, 71.87 ഇൻറ്റു ആൽഫ എത്രയാണ്, 1.7 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 4 ആണ്. ഓക്കെ അല്ലേ? ഓക്കെ. ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ നമുക്ക് 840.5 എന്ന് കിട്ടും. 840.5 അതെന്താണ്, T2 മൈനസ് T1 ആണ്. അപ്പൊ അവിടുന്ന് T2 ഈസ് ഈക്വൽ ടു 840.5 പ്ലസ് T1 വരത്തിലേക്ക് വരും. T1 എത്രയാണ്, T1 എന്ന് പറഞ്ഞാൽ 27 ആണ്. അപ്പൊ പ്ലസ് 27 എടുക്കാം. ഇത് എത്ര കിട്ടും, 840.5 പ്ലസ് 27 എത്ര കിട്ടൂടാ, 867. എത്രയെന്ന് കിട്ടും, 5 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടും. 867.5 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇതായിരിക്കും എന്താ, ആ ഒരു ഹീറ്റിംഗ് എലമെന്റ് സ്റ്റഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ 3.7. ഡിറ്റർമൈൻ ദ കറണ്ട് ഇൻ ഈച്ച് ബ്രാഞ്ച് ഓഫ് ദി നെറ്റ്വർക്ക് ഷോയിങ് ഫിഗർ 3.20. ഈ ഒരു 3.20 ഫിഗറിലുള്ള ഓരോ ബ്രാഞ്ചിൽ കൂടെ ഉള്ള കറണ്ട് നമ്മൾ തന്നു. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ പേര് കൊടുക്കണം, നമുക്ക് അതിന് ABC വരെ ഇവിടെ പേരുണ്ട് അല്ലെ. നമുക്കിതിനെ D എന്ന് കൊടുക്കാം. ഇത് D, ഇനി ഇതെന്താണ് E, ഇത് F. നമുക്ക് ഈ റോഡ് ഇനി നമുക്ക് പറയാം, ഇതിലേക്കൂടെ ഒഴുകുന്ന കറണ്ടോ ഏതാണ്, I1. ഇവിടെ വന്നിട്ട് I1 സ്പ്ലിറ്റ് ചെയ്യുന്നു, ഇത് I2, ഇതെന്താണ് I3. ഓക്കെ അല്ലേ? ഇവിടെ വന്നിട്ട് ഇത് പിന്നെയും സ്പ്ലിറ്റ് ചെയ്യുന്നു, ഇത് I4, ഇതെന്ത് വരും, I2 മൈനസ് I4 എന്ന് എടുക്കാം. ഓക്കെ അല്ലേ? ഇവിടെ നിന്ന് കയറുന്ന ഈ കറണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് വരുന്നത് ഇതും കൂടെ ഒരുമിച്ച് ചേർന്നതാണ്, I3 പ്ലസ് I4. ഇവിടെ വരുമ്പോൾ I3 പ്ലസ് I4, I2 മൈനസ് I4 കൂട്ടുന്ന കറണ്ട് ഇതിലേക്കൂടെ പോകും. അത് എത്ര കിട്ടും, 2 I4 കട്ടായിപ്പോയിട്ട് I3 പ്ലസ് I2 എന്ന് കിട്ടും. അത് എന്തിന് ഈക്വലാവും, ഈ I1 ഇവിടെ നിന്ന് ലീവ് ചെയ്ത് പോകുന്ന കറണ്ടിന് ഈക്വലോ. അപ്പൊ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, സർക്യൂട്ട് എന്ന് പറയുന്നത്. നമ്മൾ ഇതിന് ഓരോന്നിനും എന്ത് അപ്ലൈ ചെയ്യും, സ്വിച്ച് ഓഫ് വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓരോ കറണ്ടിനും ഓരോ ഇക്വേഷൻ ഉണ്ടാക്കി എടുത്തിട്ട് സോൾവ് ചെയ്ത് ഓരോ I1, I2, I3 കണ്ടുപിടിക്കും. അതാണ് നമ്മുടെ പ്ലാൻ. അപ്പൊ നമുക്ക് ഓരോന്ന് ഇതെടുക്കാം. ആദ്യം നമുക്ക് ഏതെടുക്കണം, ഈ ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിൽ ABDA എടുക്കാം. ABDA എന്നാണ് സർക്യൂട്ട് എടുക്കുന്നെങ്കിൽ അവിടെ നമുക്ക് എങ്ങനെ പറയാം, ഈ വഴി ഇങ്ങനെ കണ്ടുപോകാം, ഇങ്ങനല്ലേ പോകണം, ഇങ്ങനെ എടുക്കാം. 10I2, അപ്പൊ ഇതിൻ്റെ കൂടെ ഉള്ള എന്താണ്, കറണ്ട് ഇൻറ്റു റെസിസ്റ്റർ കിട്ടും. 10I2 പ്ലസ് ഇവിടെ ആരോ തിരിഞ്ഞിട്ടില്ല, 4 ഇൻറ്റു 5 കിട്ടും, 5I4
ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നോക്ക് ഇങ്ങനെയായിരുന്നു വരേണ്ടത്, പക്ഷെ കറണ്ട് ഡയറക്ഷൻ ഓപ്പോസിറ്റിലല്ലേ. അപ്പം -5i3 ഈസിക്കൽ ടു എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ 2i2 പ്ലസ് i4 മൈനസ് i3 ഈക്വൽ ടു 0. ഇവിടെ നിന്ന് i3 ഈസിക്കൽ ടു എന്ത് കിട്ടും? 2i2 പ്ലസ് i4 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇത് നമ്മുടെ ഇക്വേഷൻ 1 ആയിട്ട് ഇരിക്കട്ടെ. ഇനി നമുക്ക് അടുത്ത സർക്യൂട്ട് ഏതാ? BCDB എടുക്കാം. BCDB എടുത്താൽ ഇവിടെ പറഞ്ഞേടാ 5 × i2 മൈനസ് i4. ഓക്കെ അല്ലേ? ഇവിടെ വരുമ്പോൾ ഇങ്ങനെ ആയിരുന്നു വേണ്ട, പക്ഷെ കറണ്ടിന്റെ ഡയറക്ഷൻ എന്താ? റിവേഴ്സ് ഡയറക്ഷനാ. അപ്പം -10i3 പ്ലസ് i4. ഇവിടെ വരുമ്പോൾ ഇങ്ങനെ ആയിരുന്നു വേണ്ട, പക്ഷെ കറണ്ടിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ്. അപ്പം -5i4 ഈസിക്കൽ ടു 0. ഓക്കെ അല്ലേ? ഇവിടെ EMF ഒന്നുമില്ല, അപ്പം ഈസിക്കൽ ടു 0. അപ്പൊ ഇത് എത്ര കിട്ടും? 5i2 മൈനസ് 5i4 മൈനസ് 10i3 മൈനസ് 10i4 മൈനസ് 5i4 ഈസിക്കൽ ടു 0 എന്ന് കിട്ടും. ഇവിടെ നിന്ന് എനിക്ക് 5i2 മൈനസ് 5i4ഉം മൈനസ് 5i4 കൂടെ എത്ര കിട്ടൂടാ? 10i4 കിട്ടും അല്ലെ? -10i4 കിട്ടും. ആ -10i4 ഈ -10i4ഉം കൂടെ -20i4 കിട്ടും. -10i3 ഈസിക്കൽ ടു 0. ഇവിടെ നിന്ന് എനിക്ക് എങ്ങനെ എഴുതാം? ഇവിടെ നിന്ന് എനിക്ക് i2 ഈസിക്കൽ ടു എല്ലായിടത്തും ഒരു 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ i2 ഈസിക്കൽ ടു എത്ര കിട്ടും? 2i3 പ്ലസ് 4i4 എന്ന് കിട്ടും. ഇത് നമ്മുടെ ഇക്വേഷൻ 2. 2 ഇക്വേഷൻ ആയി. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് ഏത് സർക്യൂട്ട് എടുക്കാം? നമുക്ക് ABCFEA, അതായത് ഈ ഒരു വലിയ സർക്യൂട്ട് എടുക്കാം. അതെടുക്കുമ്പോൾ ABCFEA അതെടുക്കുമ്പോൾ ഒന്ന് പറഞ്ഞേടാം. അതെടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാം? ഇവിടെ നിന്ന് തുടങ്ങാം. ഇവിടെ എന്തുണ്ട്? ഒരു 10 ohm റെസിസ്റ്റർ ഉണ്ട്, അതിലെ കൂടെ ഒഴുകുന്ന കണ്ട് i1. അപ്പൊ 10i1 പ്ലസ് ഇങ്ങോട്ടല്ലേ പോണേ 10i2, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 5 പ്ലസ് 5 × i2 മൈനസ് i4, ഇനി ഇങ്ങോട്ടല്ലേ ഈസിക്കൽ ടു എത്ര കിട്ടും? 10. ഇവിടെ ഒരു EMF ഉണ്ട്, അപ്പൊ ഈസിക്കൽ ടു 10 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ നിന്ന് എനിക്ക് എങ്ങനെ എഴുതാടാ? 10i2 പ്ലസ് ഇവിടെ 10i1 ആയിരുന്നല്ലേ, ഇവിടെ i1 ആണ്, ഇനിഷ്യൽ കേസിൽ i1 ആണ്. 10i1 കാരണം ഇവിടെ ഉള്ള 10 × അവിടുത്തെ കണ്ട i1. അപ്പൊ എനിക്ക് ഇവിടെ നിന്ന് എങ്ങനെ എഴുതാം? 10i1 പ്ലസ് 10i2 പ്ലസ് 5i2 മൈനസ് 5i4 ഈസിക്കൽ ടു 10. ഇവിടുന്ന് 10i1 പ്ലസ് 15i2 മൈനസ് 5i4 ഈക്വൽ ടു 10. എല്ലായിടത്തും ഒരു 5 കൊണ്ട് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുമ്പോൾ 2i1 പ്ലസ് 3i2 മൈനസ് i4 ഈസിക്കൽ ടു 2 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ 3 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് 1, 2, 3 ഇക്വേഷൻസ് ആയി. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഒന്നാമത്തെ ഇക്വേഷൻ ഈ രണ്ടാമത്തെ ഇക്വേഷനും കൂടെ നോക്കിയടാ. ഒന്നാമത്തെ ഇക്വേഷനിൽ i3 ഈസിക്കൽ ടു 2 × i2 പ്ലസ് i4 അല്ലേ? ആ i2 വരും ഈ വാല്യൂ എടുത്ത് ഇവിടെ ഇട്ട് കൊടുക്കാം. അപ്പൊ എങ്ങനെ കിട്ടും? അപ്പൊ എനിക്ക് ഫ്രം 1 and 2 i3 ഈസിക്കൽ ടു 2i2 ആ i2 ഈ വാല്യൂ ഇട്ട് കൊടുക്കാം. എന്ത് കിട്ടും? 2i3 പ്ലസ് 4i4 പ്ലസ് i4. അപ്പോൾ i3 ഈസിക്കൽ ടു 4i3 പ്ലസ് 8i4 പ്ലസ് i4. i3 ഈസിക്കൽ ടു 4i3 പ്ലസ് 9i4 എന്ന് കിട്ടും. ഈ 4i3 ഇപ്പുറത്ത് വന്നാൽ -3i3 ഈസിക്കൽ ടു 9i4 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? -3i3 ഈസിക്കൽ ടു എന്ത് കിട്ടും? 9i4 എന്ന് കിട്ടും. ഇവിടെ നിന്ന് -i3 ഈസിക്കൽ ടു എന്ത് കിട്ടും? 3i4 എന്ന് കിട്ടത്തില്ലേ? -i3 ഈസിക്കൽ ടു 3. അപ്പൊ i3 ഈസിക്കൽ ടു എന്ത് വരും? -3i4 എന്ന് കിട്ടും. ഈ ഇക്വേഷൻ 4 ആയിട്ട് എടുക്കും. ശരി. ഇനി 4നെ 1ൽ ഇട്ട് കൊടുക്കാം. 4നെ 1ൽ ഇട്ട് കൊടുക്കാം. എന്തെഴുതാം നമുക്ക്? പുട്ടിങ് 4 in 1. 4നെ ഫസ്റ്റ് ഇക്വേഷൻ ഇട്ട് കൊടുക്കുമ്പോൾ i3 വരും -3i4 ഈസ് ഈക്വൽ ടു 2i2 പ്ലസ് i4 എന്ന് എഴുതാം. അപ്പോൾ ഈ i4 ഇങ്ങനെ വരുമ്പോൾ എന്താ ഇവിടെ? -4i4 ഈസ് ഈക്വൽ ടു 2i2 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ നിന്ന്
I2 ഈസ് ഈക്വൽ ടു -2I4 എന്ന് കിട്ടും. കിട്ടത്തില്ലേ? ഇത് നമ്മുടെ ഇക്വേഷൻ 5. സോ I2 ഈസ് ഈക്വൽ ടു -2I4 എന്ന് കിട്ടും. ഇനി നമ്മൾ നോക്കിയാൽ ഈ I3 പ്ലസ് I2 ഈസ് ഈക്വൽ ടു I1 എന്നില്ലേ? ഇത് നമ്മുടെ ഇക്വേഷൻ 5 ഇതായില്ല. അപ്പൊ ഇക്വേഷൻ 6 എന്ന് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഇക്വേഷൻ 6നെ എടുത്ത് ഇക്വേഷൻ 3യിൽ ഇട്ട് കൊടുക്കാം. അപ്പൊ പുട്ടിങ് 6 in 3 അങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ 3യിലെ I1 പകരം I3 പ്ലസ് I2 ഇട്ട് കൊടുക്കാം. അപ്പൊ എങ്ങനെ കിട്ടും പറഞ്ഞേ? അപ്പൊ എനിക്ക് എന്ത് കിട്ടും? 2 into I2 plus I3 plus 3I2 minus I4 is equal to 2 എന്ന് വരും. അപ്പോൾ 2I2 plus 2I3 plus 3I2 minus I4 is equal to 2. അപ്പോൾ എത്ര കിട്ടും? 5I2 plus 2I3 minus I4 is equal to 2 എന്ന് കിട്ടി. ഇത് എൻ്റെ ഇക്വേഷൻ നമ്പർ 7 എന്ന് കൊടുക്കാം. ഇത് ഇക്വേഷൻ 7. ഓക്കെ അല്ലേ? ഇനി ഇക്വേഷൻ 7ലോട്ട് നമ്മുടെ ഈ 4ഉം 5ഉം ഇക്വേഷൻ ഇല്ലേ? 4ഉം 5 അതായത് I3ക്ക് പകരം -3I4 എന്നും I2ന് വരെ -2I4 എന്നുള്ളത് ഈ 7ലൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പൊ എന്ത് കിട്ടും? 5 into -2I4 plus 2 into -3I4 minus I4 is equal to 2 എന്ന് കിട്ടും. അപ്പൊ എത്ര കിട്ടും? -10I4 -6I4 minus I4 is equal to 2. -16ഉം മൈനസ് എത്ര? -17. അപ്പോൾ 17I4 is equal to മൈനസ് അപ്പുറത്തെ -2 എന്ന് കിട്ടും. Therefore I4 is equal to എത്ര കിട്ടൂടാ? -2/17 ആംപിയർ എന്ന് കിട്ടും. എത്ര കിട്ടും? I4 is equal to -2/17 ആംപിയർ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് I4 കിട്ടി. I4 കിട്ടി. അതായത് ഈ 5 ഓമിൽ കൂടെ ഒഴുകുന്ന ഈ ഒരു കറണ്ട് ഈ ഒരു ബ്രാഞ്ചിൽ കൂടെ ഉള്ള ഈ I4ന്റെ വാല്യൂ എത്രയാന്ന് കിട്ടി? -2/7 ആംപിയർ ആണെന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഓക്കെ, -2/17 ആംപിയർ ആണെന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് ബാക്കി സർക്യൂട്ടിലൂടെ ഉള്ള കറണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ബാക്കി സർക്യൂട്ടിലുള്ള കറണ്ട് കണ്ടുപിടിക്കാൻ ഇപ്പൊ I4 കിട്ടിയാൽ തന്നെ I2 I3 നമുക്ക് കിട്ടും. കിട്ടത്തില്ലേ? I4 കിട്ടി എന്ത് കിട്ടൂടാ? I2 I3 നമുക്ക് കിട്ടും. നമുക്ക് ഓരോന്നും ഇത് കണ്ടുപിടിക്കാം. I4 കിട്ടി. ഇനി നമുക്ക് I2 കണ്ടുപിടിക്കാം. I2 കണ്ടുപിടിക്കാൻ നേരത്ത് I2 ഈസ് ഈക്വൽ ടു എന്താണ്? -2I4 ആണ്. അപ്പൊ -2 into -2/17 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 4/17 ആംപിയർ എന്ന് കിട്ടും. എന്താണ്? I2 കിട്ടി. ഓക്കെ അല്ലേ? I2 കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? I3 കണ്ടുപിടിക്കാം. I3 കണ്ടുപിടിക്കാൻ നേരത്ത് എന്താണ്? I3 ഈസ് ഈക്വൽ ടു -3I4 ആണ്. അപ്പോൾ -3 into എന്ത് വരും ഇവിടെ? I4 എന്ന് പറയുന്നത് -2/17 ആണ്. അപ്പോൾ 6/17 ആംപിയർ എന്ന് കിട്ടും. 6/17 ആംപിയർ. അപ്പൊ I3യും നമുക്ക് കിട്ടിയില്ലേ? I3യും കിട്ടി. അതുപോലെ ഇത് കിട്ടിയടാ നമുക്ക് I2വും കിട്ടി. ഇനി നമുക്ക് ഏതൊക്കെ കണ്ടുപിടിക്കും? അപ്പൊ ഇതിലേക്കൂടെ ഉള്ള കറണ്ട് കിട്ടി, ഇതിലേക്കൂടെ ഉള്ള കിട്ടി, ഇതിലേക്കൂടെ കിട്ടി. ഇനി ഈ ബ്രാഞ്ചിൽ കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? I2 - I4 എടുത്താൽ മതി. നമുക്ക് ഓരോ ബ്രാഞ്ചിനെ നമ്മൾ കണ്ടുപിടിക്കണം. ഈ ബ്രാഞ്ചിൽ ഇപ്പൊ നമുക്ക് ഓരോന്ന് കൊടുക്കാം. ഇത് ഏത് ബ്രാഞ്ചാണ്? നമുക്ക് ഈ കളർ വെച്ച് കൊടുക്കാവേ. ഇത് ഏത് ബ്രാഞ്ചാ? I2 എന്ന് പറയുന്നത് AB ബ്രാഞ്ചാണ്. I3 എന്ന് പറയുന്നത് ഏത് ബ്രാഞ്ചാണ്? AD ബ്രാഞ്ചാണ്. I4 ഏത് ബ്രാഞ്ച് ആയിരുന്നു? BD ബ്രാഞ്ച് ആയിരുന്നു. ഈ 3 ബ്രാഞ്ച് കിട്ടി. ഇനി നമുക്ക് BC ബ്രാഞ്ചിനുള്ളത് കണ്ടുപിടിക്കണം. BC ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ എന്താണ്? I2 - I4 ആണ് അല്ലെ? I2 എത്രയാണ്? 4/17 മൈനസ് I4 എത്രയാണ്? -2/17 ഈസിക്കൽ ടു എത്ര കിട്ടും? 6/17 ആംപിയർ എന്ന് കിട്ടും. 6/17 ആംപിയർ എന്ന് കിട്ടും. ഇനി നമുക്ക് ഏത് ബ്രാഞ്ച് വേണം? ഇനി നമുക്ക് BC കിട്ടി. ഇനി നമുക്ക് DC കണ്ടുപിടിക്കാം. CD അല്ലെങ്കിൽ DC. CD ബ്രാഞ്ച് ആകുമ്പോൾ അവിടെ എന്താ മക്കളെ? I3 + I4 ആണ്. I3 + I4 എന്ന് പറയുമ്പോൾ I3 എത്രയാണ്? 6/17 പ്ലസ് I4 എത്രയാണ്? -2/17 ഈസിക്കൽ ടു എത്ര കിട്ടും? 4/17 ആംപിയർ എന്ന് കിട്ടും. അപ്പൊ CD നമുക്ക് കിട്ടി. അപ്പൊ നമ്മൾ ഓരോന്നും ഇത് സോൾവ് ചെയ്തു. AB സോൾവ് ചെയ്തു, AD കിട്ടി, BD കിട്ടി, BC കിട്ടി, ഇത് കിട്ടി. ഇനി നമുക്ക് I1 കണ്ടുപിടിച്ചാൽ മതി അല്ലെ? അപ്പൊ നമുക്ക് I1 കൂടെ കണ്ടുപിടിക്കാം. I1 ഈസ് ഈക്വൽ ടു എത്ര വരുവാ? I1 എന്ന് പറയുമ്പോൾ ഈ I2ഉം I3യും കൂടെ കൂട്ടിയാൽ മതി. I2 എത്രയായിരുന്നു? 4/17 പ്ലസ് I3 എത്രയാണ്? 6/17 ഈസിക്കൽ ടു എത്ര കിട്ടും? 10/17 ആംപിയർ എന്ന് കിട്ടും. എത്ര കിട്ടും?
10/17 ആംപിയർ എന്ന് കിട്ടും. അപ്പൊ എല്ലാ ബ്രാഞ്ചിലൂടെയുള്ള കറണ്ട് ആയിട്ടില്ലേ I2I, I3I, അതായത് AD, BC, CD, BD എല്ലാ ബ്രാഞ്ചിലുള്ള കറണ്ട് എന്ത് ചെയ്തിട്ടുണ്ടാ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിപ്പോ കുറച്ച് ലെങ്തി ക്വസ്റ്റൻ ആയിട്ട് ഇതെല്ലാം എഴുതി, പക്ഷെ ഓരോന്നും ഓർഡറിൽ നോക്കിയാൽ ഈസിയാണ്. നമ്മൾ ഓരോ ലൂപ്പിലും ക്രിച്ചോഫിൽ അപ്ലൈ ചെയ്യുക, അത് ഓരോന്ന് സോൾവ് ചെയ്ത് വരിക. സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഫൈനൽ ആൻസർ കിട്ടാം. നമുക്ക് നീങ്ങി ചോദിക്കുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് ഒക്കെ ചോദിക്കാം. അപ്പൊ ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്ത് ആ ഒരു ബ്രാഞ്ചിൽ കണ്ടുപിടിച്ചാൽ മതി. ഇതിപ്പം നമ്മുടെ NCERT എക്സസൈസ് ക്വസ്റ്റ്യൻ ആണ്. ഏത് ബ്രാഞ്ചിൽ വെച്ചാലും എങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാനാ നമ്മളിതെല്ലാം ചെയ്ത് വെച്ചത്. ഓക്കെ അല്ലേ? ഇത് അറേഞ്ച്മെന്റിൽ പോയാൽ എന്തായിരിക്കും, എളുപ്പമായിരിക്കും. ആദ്യം ഓരോ സർക്യൂട്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇക്വേഷൻ കണ്ടുപിടിക്കുന്നു. ഇവിടെ തൊട്ട് അത് സോൾവ് ചെയ്ത് വരുന്നത്, ഇവിടെ വരെ സോൾവ് ചെയ്യാം. പിന്നെ ഓരോ ബ്രാഞ്ചിൽ നമ്മൾ കണ്ടുപിടിക്കുന്നു. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 3.8. A storage battery of EMF 8 volt and internal resistance 0.5 ohm is being charged by a 120 volt DC supply using a series resistor 15.5 ohm. What is the terminal voltage of the battery during charging? What is the purpose of having a series resistor in the charging circuit? അപ്പോൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താ, ടെർമിനൽ വോൾട്ടേജ് ആണ്. ടെർമിനൽ വോൾട്ടേജ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം ഇവിടെ 120 വോൾട്ട് DC സപ്ലൈയും 8 വോൾട്ട് EMF ഉണ്ടല്ലേ. അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നെറ്റ് വോൾട്ടേജ് എത്രയാവും, എഫക്റ്റീവ് വോൾട്ടേജ് എന്ന് പറയുന്നത് സീരീസ് ആൻഡ് 120 മൈനസ് 8 എത്ര കിട്ടും, 112 വോൾട്ട് എന്ന് കിട്ടും അല്ലേ. അതെ. അപ്പൊ നമുക്ക് ഇവിടുത്തെ കറണ്ട് കണ്ടുപിടിച്ചൂടെ, I = നെറ്റ് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് R പ്ലസ് R അല്ലേ. അതെ. അപ്പൊ എത്ര കിട്ടും, V എത്രയാണ്, 112 ഡിവൈഡഡ് ബൈ 15 പ്ലസ് 15.5 പ്ലസ് എത്ര കിട്ടും, 0.5 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 112 ഡിവൈഡഡ് ബൈ 16 എന്ന് കിട്ടും. എത്ര വരും, 7 ആംപിയർ എന്ന് വരും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ടെർമിനൽ വോൾട്ടേജ് കണ്ടുപിടിച്ചൂടെ. ടെർമിനൽ വോൾട്ടേജ് ചാർജിങ്ങിന്റെ കേസിനാകുമ്പോൾ E+IR ആണ് ഇക്വേഷൻ. E ഇവിടെ എത്രയാണ്, 8 പ്ലസ് I എത്രയാണ്, 7 ഇൻറ്റു R എത്രയാ, 0.5 എത്ര കിട്ടും, 8 പ്ലസ് 3.5 എന്ന് വരും. ദാറ്റ് ഈസ് എത്ര വരും, 11.5 വോൾട്ട് എന്ന് കിട്ടും. അപ്പൊ ടെർമിനൽ വോൾട്ടേജ് എത്ര കിട്ടി, 11.5 വോൾട്ട് എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഇനി നോക്കി, വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് ഹാവിംഗ് എ സീരീസ് റെസിസ്റ്റർ ഇൻ ദ ചാർജിങ് സർക്യൂട്ട്. ഒരു ചാർജിങ് സർക്യൂട്ടിൽ ഇവിടെ ഒരു സീരീസ് റെസിസ്റ്ററിന്റെ പർപ്പസ് എന്താണ്, ഒരു സീരീസ് റെസിസ്റ്റർ ആകുമ്പോൾ ഈ ചാർജിങ് സർക്യൂട്ട് അത് എന്ത് ചെയ്യണം, അത് ലിമിറ്റ് ചെയ്യും. എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് ഡ്രോൺ ചെയ്യുന്ന കറണ്ടിനെ അത് എന്ത് ചെയ്യും, ലിമിറ്റ് ചെയ്യും. അല്ലെങ്കിൽ അതൊരു സീരീസ് സർക്യൂട്ട് അല്ല, അല്ലെങ്കിൽ സീരീസ് റെസിസ്റ്റർ അല്ലെങ്കിൽ എന്ത് ചെയ്തേനെ, കറണ്ട് എക്സ്ട്രീംലി ഹൈ ആയേനെ. അല്ലെ, സീരീസ് റെസിസ്റ്റർ ഇല്ലാന്നെങ്കിൽ കറണ്ട് എക്സ്ട്രീംലി ഹൈ ആണ്, അതെന്തായിരുന്നു, ഡേഞ്ചറസ് കണ്ടീഷൻ ആയിരുന്നു. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, സീരീസ് റെസിസ്റ്റർ ചാർജിങ് സർക്യൂട്ടിൽ കൊണ്ടുവന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 3.9. The number density of free electrons in a copper conductor estimated in example 3.1 is 8.5 into 10⁻28 meter⁻3. അതായത് നമ്പർ ഡെൻസിറ്റിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ഒരു കോപ്പർ കണ്ടക്ടറിന് നമ്പർ ഡെൻസിറ്റി എത്ര തന്നിട്ടുണ്ട്, 8.5 into 10⁻28 meter⁻3 ആണ് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ, ഹൗ ലോങ് ഡസ് ആൻ ഇലക്ട്രോൺ ടേക്ക് ടു ഡ്രിഫ്റ്റ് ഫ്രം വൺ എൻഡ് ഓഫ് എ വയർ 3 meter long to its other. ഒരു ഡ്രിഫ്റ്റ്, അതായത് ഒരു എൻഡിൽ നിന്ന് മറ്റൊരു എൻഡിലോട്ട് 3 meter ലോങ് ഉള്ള ഒരു വയറിന്റെ ഒരു എൻഡിൽ നിന്ന് മറ്റൊരു എൻഡിലോട്ട് ഒരു ഇലക്ട്രോണിന് പോകാൻ എടുക്കുന്ന ടൈമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ, ഡ്രിഫ്റ്റ് ചെയ്യാനുള്ള. എങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്, 2 into 10⁻⁻6 meter² ആണ്. ഇനി കറണ്ടിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, എത്രയാണ്, 3 ആംപിയർ ആണ്. ലെങ്ത് ഓഫ് വയർ അറിയാം നമുക്ക്, 3 meter ആണ്. ഓക്കെ അല്ലേ? ഓക്കെ. എങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാതെ, ഡ്രിഫ്റ്റ് വെലോസിറ്റി കണ്ടുപിടിച്ചൂടെ. ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ I ഡിവൈഡഡ് ബൈ NAE ആണ് അല്ലെ. ഇവിടെ നിന്ന് I = എന്ത് കിട്ടും, NAEVD എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ കറണ്ടും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടുന്ന് ഡ്രിഫ്റ്റ് വെലോസിറ്റി നമുക്ക് എങ്ങനെ എഴുതാം, ഡ്രിഫ്റ്റ് വെലോസിറ്റി VD = ലെങ്ത് ഓഫ് ദി വയർ ഡിവൈഡഡ് ബൈ അതിനെടുക്കാനുള്ള ടൈം അല്ലെ. ആ ടൈം ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, ടൈം ടേക്കൺ ടു കവർ. അങ്ങനെ നമുക്ക് എഴുതിക്കൂടെ, എഴുതാം. അപ്പൊ ഇവിടെ I = NAEVD ഇൻറ്റു VDക്ക് പകരം എന്തെഴുതാം, L ഡിവൈഡഡ് ബൈ T എന്ന് എഴുതാം. ഈ T ൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കുന്നത്, അപ്പൊ T = NAEL ഡിവൈഡഡ് ബൈ I എന്ന് കിട്ടും. ഇനി എന്നിന്റെ വാല്യൂ എത്രയാണ്, നമ്പർ ഡെൻസിറ്റി 8.5 into 10⁻28 ഇൻറ്റു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എത്രയാണ്, 2 into 10⁻⁻6 ഇൻറ്റു ഈയുടെ വാല്യൂ എത്രയാണ്, 1.6 into 10⁻⁻19 ഇൻറ്റു ലെങ്ത് എത്രയാണ്, 3.
ഡിവൈഡഡ് ബൈ കറണ്ടിന്റെ വാല്യൂ എത്രയാ? അത് ഈ 3 വെട്ടിക്കളഞ്ഞൂടെ? കളയാം. എത്ര കിട്ടും? ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ എനിക്ക് 2.7 ഇൻറ്റു 10⁴ സെക്കൻഡ് എന്ന് കിട്ടും. എത്ര കിട്ടും? 2.7 ഇൻറ്റു 10⁴ സെക്കൻഡ് എന്ന് കിട്ടും. അപ്പൊ ഇത്രയും സമയമാണ് എന്ത് ചെയ്യുന്നത്? ആ ഇലക്ട്രോണിന് ആ ഒരു 3 മീറ്റർ ലെങ്ത് ഉള്ള ആ വയറിന്ന് ഒരു എൻഡിൽ നിന്ന് മറ്റൊരു എൻഡിലോട്ട് ഡ്രിഫ്റ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ.